ഇനി മൗലവി ഇത്രത്തോളം പറയുന്നുണ്ട്, പദം എന്നത് പ്രാർത്ഥനക്ക് ആവശ്യം തന്നെയല്ല എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഇനി നാളെ ക്ലിപ്പേറ്റ് വരണ്ട, കാക്കണേ രക്ഷപ്പെടുത്തണേ കണ്ടോ ഇതന്നെയല്ലേ ദുആന്ന് ചോദിച്ച ആളെ പൊട്ടീസാക്കണ്ട. ഒച്ചയല്ല ഒരു വിഷയം പ്രാർത്ഥനയാകുന്നത്. ഇനി ഒച്ചല്ലെങ്കിൽ തന്നെ ഒരു വിഷയം പ്രാർത്ഥനയാകും. കാരണം മനസ്സിലുണ്ടാകുന്ന വിശ്വാസാണ് ഒരു വലിയ പ്രാർത്ഥനയും പ്രാർത്ഥന അല്ലാത്തതുമാക്കി തീർക്കുന്നത്. പ്രാർത്ഥനക്ക് പദം ആവശ്യം തന്നെ അല്ലാന്നും കൂടി മൂപ്പര് പറയുന്നുണ്ട്. ലഫ്ളല്ല സുഹൃത്തെ പ്രധാനം, ദുആയിൽ ലഫ്ള് വേണമെന്നേ ഇല്ല. അതെ, ഇനി അപ്പൊ ടേന്നുണ്ടായാലും ഇല്ലെങ്കിലും, കാക്കണേ എന്നുള്ള നേന്നുണ്ടായാലും ഇല്ലെങ്കിലും അതൊന്നും പ്രാർത്ഥനയായി വരവെക്കണ്ട. പറയണോന്റെ വിശ്വാസം എന്താന്നുള്ളത് വിഗ്രഹത്തിന്റെ മുമ്പ് കണക്കിനോട് ചോദിച്ച മര്യാദകൾ കാട്ടണ്ട, പറഞ്ഞു തരുന്നതെങ്കിലും കേൾക്കാനുള്ള മര്യാദകൾ കാട്ടണം. പ്രാർത്ഥിക്കാൻ പദങ്ങൾ വേണമെന്നേ ഇല്ല. ഇനി പദങ്ങൾ ഉണ്ടായി വിചാരിച്ചു പ്രാർത്ഥനയല്ലാത്തൊരു സാധനം പ്രാർത്ഥനയാകൂല. സംസാരിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്നത് ലഫ്ലുമായി ബന്ധപ്പെട്ടതേ അല്ല. ഇനി നേന്നുള്ള ക്ലിപ്പേറ്റ് വരണ്ട കേട്ടോ. ഞങ്ങളെ ആലിമീങ്ങൾ ദ്വാരക്കണിന്റെ അടിയിൽ വല്ല ഇസ്തിഗാസി നടത്തുന്ന ക്ലിപ്പുണ്ടെങ്കിൽ അത് കാട്ടിയിട്ട് ഇതന്നെയല്ലേ ദ്വാരാന്ന് പറഞ്ഞിട്ട് വാളക്കുതിരയാക്കണ്ട, അത് ദ്വയല്ല. കാരണം പദവുമായി ബന്ധപ്പെട്ടതോ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതോ ആയ കേസ് തന്നെയല്ല. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. അല്ലാഹുവിനെ ആരാധനക്കുള്ള കേന്ദ്രങ്ങളാണ് പരിശുദ്ധ പള്ളികള്. അതുകൊണ്ട് അല്ലാഹുവിനെ അല്ലാതെ ആ പള്ളിയിൽ വെച്ച് നിങ്ങൾ മറ്റൊരാളോടും പ്രാർത്ഥിക്കരുത്, മറ്റൊരാൾക്കും ആരാധന ചെയ്യരുത്. പ്രാർത്ഥനയാകുന്ന വിളി നിങ്ങൾ അല്ലാഹനെ അല്ലാതെ വിളിക്കരുത്. എന്താണ് ഇതിന്റെ വിശദീകരണോ? ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നാ വിശദീകരണോ അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ലളിതമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫലാ തദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ. ദിവ്യത്വമുണ്ടെന്നോ ദൈവമാണെന്നോ ആരാധനക്കർഹനാണെന്നോ എന്ന നിലക്ക് നിങ്ങൾ ഒരാളെയും വിളിക്കരുത്. മരിച്ചവനെ വിളിക്കരുത്, ജീവിച്ചിരിക്കുന്നവനെ വിളിക്കരുത്, അടുത്തുള്ളവനെ വിളിക്കരുത്, അകലെയുള്ളവനെ വിളിക്കരുത്. ഒരു വിളി പ്രാർത്ഥനയാകുന്നത് പദം നോക്കിയിട്ടല്ല, ഒരു വിളി പ്രാർത്ഥനയാകുന്നത് പ്രവർത്തനം നോക്കിയിട്ടല്ല. വിളിക്കപ്പെടുന്നവനെ കുറിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം എന്ത് എന്ന് നോക്കിയിട്ടാണ്. അതിപ്പം മുജാഹിദ് മൗലവി സമ്മതിച്ചു. പദമല്ല പ്രശ്നം, പ്രവൃത്തിയല്ല പ്രശ്നം, ഒച്ചയല്ല പ്രശ്നം, വിശ്വാസമാണ്.